നമ്മളോട് ഇവർക്കുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗം കാണിക്കട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളെ റൂം കേട്ടോ. റൂം ഒരു 5 സ്റ്റാർ റൂമായിരുന്നു. നമ്മൾ സിംഗപ്പൂരിലെ ബിൽഡിംഗ് പറയുന്ന മാതിരി ഒരു വെറൈറ്റി ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതാണ് ചോങ്ചിങ്ങിലെ വെറൈറ്റി ബിൽഡിംഗ്. അതാ ട്രെയിൻ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു ഉള്ളോട്ടേക്ക്. ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പെട്രോൾ പമ്പ് കേട്ടോ. ഈ മലൻ്റെ ഉള്ളിലാണ് പെട്രോൾ പമ്പ്. നിങ്ങൾ കണ്ടോ? അവിടെ നിന്നിട്ട് ട്രെയിൻ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെയൊക്കെ ആൾക്കാർ താമസമുള്ള സ്ഥലം കേട്ടോ. ഇവിടെ താമസിക്കുന്നവർക്ക് മെട്രോയിലേക്ക് നേരെ താഴോട്ട് ഇറങ്ങിയാൽ മെട്രോ സ്റ്റേഷനായി. അങ്ങനെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ബിൽഡിങ്ങുകൾ ഇങ്ങനെ തട്ടായിരിക്കുമല്ലോ. 6ഓളം തട്ടിൽ റോഡും സൗകര്യവും സിറ്റിയും വീടും ഒക്കെ നിൽക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ കയറിയത് അവിടെ എത്തിയിട്ടോ. 8ാമത്തോളം ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. സ്റ്റെപ്പുകൾ കയറി വരാം, റോഡുകളുണ്ട്. ഇപ്പം അതിൻ്റെ സർവീസ് റോഡ് കണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഫ്ലോറിൽ കൂടി നമ്മൾ വന്നില്ലേ. ഇപ്പോൾ ദാ ഇവിടെ ഈ സൈഡിൽ എത്തി നോക്കുമ്പോൾ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ താഴ്ച കണ്ടോ. നമ്മൾ ആപ്പിളിൻ്റെ ഷോറൂമിലേക്കുള്ള ഒരു എൻട്രൻസ് ആട്ടോ. വെറും ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു ആപ്പിളിൻ്റെ ലോഗോ. ഹായ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഹോട്ടലല്ലേ, വലിയ അടിപൊളി ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ചോങ്ചിങ്ങിൽ ഇന്നലെ വന്ന് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കണ്ടില്ല, നല്ല കളർഫുൾ സംഗതികളാണ് കണ്ടത്. ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് നമ്മൾ പുറത്തേക്ക് ഇതിനെക്കാളും വ്യത്യാസമുള്ള കുറേ സ്ഥലം പോകേണ്ടത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ ആ ട്രെയിൻ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയ ട്രെയിനിൽ പിന്നെ കുറേ സ്ഥലമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞിരുന്നേ, കുറേ സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടേക്കൊക്കെ നമ്മൾ പോവും, നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക. അപ്പം നമ്മളെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതായിരുന്നു നമ്മളെ റൂം കേട്ടോ. റൂം ഒരു 5 സ്റ്റാർ റൂമായിരുന്നു. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ 5 സ്റ്റാറിന്. അപ്പോൾ ഇതുപോലെ നമുക്ക് വോയിസിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഇൻറ്റീരിയറൊക്കെ ഒരു ഹൈ ക്ലാസ് ഇൻറ്റീരിയറാണ്. പക്ഷേ ഒരു ലേറ്റസ്റ്റ് ഇൻറ്റീരിയർ അല്ല, കുറഞ്ഞ ഒരു 5 കൊല്ലം മുന്നത്തെ ടൈപ്പ് ഇൻറ്റീരിയറായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ സൗകര്യങ്ങൾ, ഇത് കേട്ടനൊക്കെ ശരിക്ക് ഓട്ടോ ബട്ടൺ ഞെക്കിയാൽ നമുക്ക് മൂവ് ചെയ്യുന്ന കേട്ടനാണ്. ഇതുപോലത്തെ ചെയർ, ടേബിള്, ഇതാണ് നമ്മളെ ഫുൾ സെറ്റപ്പ്. നല്ല ഇൻറ്റീരിയറാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ അടിപൊളി, ലൈറ്റ് കാര്യങ്ങൾ, ഇൻറ്റീരിയർ ഒക്കെ അടിപൊളിയാണ്. സ്പേഷ്യസ് ആണ്. 2 ബെഡ്റൂം കണ്ടില്ല നിങ്ങൾ, ഫുള്ള് ഹോള്, ബാത്റൂമിലേക്ക് വരാൻ ഇതൊക്കെ ഉണ്ട്. ബേസിനുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇത് ഫുൾ ഓട്ടോ കേട്ടോ. നമുക്ക് ചുടുവെള്ളം കാര്യങ്ങൾ, വെള്ളം വരുന്നത്, ഓട്ടോ ഓഫ്, ഓട്ടോ ഓണ്, എല്ലാം ഓണ്. ഇതൊരു 3 ടൈപ്പ് ഷവർ കാര്യങ്ങൾ ഒക്കെ ഉള്ള അടിപൊളി ടോയ്ലറ്റ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇതൊരു വെറൈറ്റി, 5 സ്റ്റാറിൽ തന്നെ ഈ ഒരു വെറൈറ്റി ഉണ്ടാവാറില്ല. ഇത് വേറെ തന്നെ ഒരു ക്ലാസ്സാണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു ഹോട്ടലിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ. അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ സിംഗപ്പൂരിലെ ബിൽഡിംഗ് പറയുന്ന മാതിരി ഒരു വെറൈറ്റി ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതാണ് ചോങ്ചിങ്ങിലെ വെറൈറ്റി ബിൽഡിംഗ്. റാഫിൾസ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അസ്കോട്ട്. കണ്ടില്ല നിങ്ങൾ, ഹോട്ടൽ അസ്കോട്ട് ആയിരിക്കും. നിങ്ങൾ ഇവിടെ ആണ് ഇതിൻ്റെ പോയിന്റ് കേട്ടോ. മെയിൻ പോയിൻ്റാണ്, മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. മേലെ കൂടിയ ട്രെയിൻ പോകുന്നുണ്ടോ? ഇതിൻ്റെ താഴത്താട്ടോ നമ്മൾ ചെയ്യുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ ട്രെയിൻ പോകുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അതാ ട്രെയിൻ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു ഉള്ളോട്ടേക്ക്. ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അത്രയും ജനമാണ് ഇതിൻ്റെ അവിടെ. ഈ ഒരു സംഗതി കാണാനും പിന്നെ അതാ ഇവിടുത്തെ കാഴ്ചകളും ഇതാണ് കേട്ടോ. അങ്ങനെ ഇതിനെ നമ്മൾ സ്പാനിഷ് ആക്കി കേട്ടോ. സ്പാനിഷ്, ഇതാണ് സംഭവം. ഓക്കെ, ഇതേപോലത്തെ സാധനങ്ങളാണ് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്. ഇത് അടിച്ചു പൊളിച്ചോ? ഹാപ്പിയാണോ? അപ്പം മെട്രോ ഇതാ വന്ന് നിൽക്കുന്ന നമ്മൾ പറഞ്ഞ ലിസിബ സ്റ്റേഷൻ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഫ്ലോറ്. നമ്മൾ നേരത്തെ കണ്ട് താഴത്തുനിന്നും ഇതതിൻ്റെ മേലത്തെ ഫ്ലോറ്. ഇതാണ് ബിൽഡിങ്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ ആ ട്രെയിൻ വന്ന് നിൽക്കുന്നത്, ഇപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. അടുത്തത് ഇത് നമ്മളെ സ്റ്റേഷന്, ആ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാട്ടോ. ഇവിടെ ഇതാ പെട്രോൾ പമ്പ്. ഇതിൻ്റെ ഉള്ളിൽ പെട്രോൾ പമ്പാട്ടോ. ഈ മലൻ്റെ ഉള്ളിലാണ് പെട്രോൾ പമ്പ്. നിങ്ങൾ കണ്ടോ? 95 ഒക്ടൈന്, 92 ഒക്ടൈനൊക്കെ. അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ അടിച്ചിട്ട് ഇതേപോലെ ഒരു എൻട്രി അപ്പുറം മലൻ്റെ ഉള്ളിൽ തുറന്നിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അവിടെ നിന്നിട്ട് ട്രെയിൻ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെയൊക്കെ ആൾക്കാർ താമസമുള്ള സ്ഥലം കേട്ടോ. ഇവിടെ താമസിക്കുന്നവർക്ക് മെട്രോയിലേക്ക് നേരെ താഴോട്ട് ഇറങ്ങിയാൽ മെട്രോ സ്റ്റേഷനായി. അങ്ങനെ ഈ പാലം ഇവിടെ കടന്ന് ഈ ബിൽഡിങ്ങിലേക്കാണ് പിന്നെ പോകുന്നത്.
അങ്ങനെ ഒരു 3 ബിൽഡിംഗ് കടന്നതിൻ്റെ ശേഷമാണ് പിന്നെ ട്രാക്ക് നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയുള്ളൂ. ഇവിടെ ഇങ്ങനെ കരകൗശല വസ്തു നേരിട്ടിട്ട് ചെയ്യുന്നത് കാണാം കേട്ടോ നമുക്ക്. ഇതേപോലെ നല്ല നല്ല കാര്യങ്ങൾ ഇവർ സ്വയം കട്ട് ചെയ്ത് വെക്കുന്നത് ഒറിജിനലി കാണിക്കുകയാണ്. വീട്ടിൽ നിന്നൊന്നും ചെയ്തു കൊണ്ടുവരില്ല, ഇവിടെ നിന്ന് തന്നെ ഇവർ ചെയ്യുകയാണ് ഓരോന്നും. ഇത് പിന്നെ ന്യൂ ഇയർ ഓരോരോ വിശ്വാസങ്ങൾക്ക് ഇവർ ഇതേപോലത്തെ എടുത്ത് നമുക്ക് ഇവിടെ കെട്ടാം. എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അതിന് വീചാറ്റിൽ പേയ്മെൻറ്റും കൊടുക്കാം ആ സംഗതിക്ക്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ബിൽഡിങ്ങുകൾ ഇങ്ങനെ തട്ടായിരിക്കുമല്ലോ, 6ഓളം തട്ടിൽ റോഡും സൗകര്യവും സിറ്റിയും വീടും ഒക്കെ നിൽക്കുന്ന കേട്ടോ. ഒരു സൈഡിലൂടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ തട്ടുകളൊക്കെ കയറി കാണാം. കുറച്ച് റിസ്ക് ഉണ്ട്, കിതപ്പും കാര്യങ്ങളൊക്കെ വരും, പക്ഷേ വേണമെങ്കിലൊരു രസമുള്ള ഒരു പരിപാടിയാണിത്. ഇങ്ങനെ കയറി കാല് വേദനാക്കൽ ആവശ്യമുള്ളവർക്ക് ചെയ്യട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ഇവർക്കുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗം കാണിക്കട്ടോ. നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ട് ഈ കയറ്റം, ഇവിടുത്തെ രസം എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഇങ്ങനെ കയറുകയാണ് ചെയ്താൽ ഇതേപോലെ ഹൈറ്റിലേക്ക് കയറി വരിക. നമ്മൾ ഏകദേശം ഒരു 6 ഫ്ലോർ 7 ഫ്ലോറോളം നമ്മൾ കയറി. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു വെള്ളം ചോദിച്ച സമയത്ത് നമ്മൾ ഒരു ജ്യൂസൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഓല വക നമുക്ക് ഐസ്ക്രീമും കാര്യങ്ങളും ഇരിക്കാനുള്ള സ്ഥലം അവിടെ ഇരിക്കുന്നുണ്ടോ, സിനി ഇരിക്കുന്നുണ്ടോ, ഇരിക്കാനുള്ള സ്ഥലം നമുക്ക് തന്നു. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരട്ടോ. ഇവിടെ ഇവരെ ബിസിനസ്സാണ് കേട്ടോ ഇത്. ഇവരാണ് നമ്മളെ ഇത് തന്നത്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ തന്ന് ജ്യൂസൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ഐസ്ക്രീം ടിഷ്യൂ ഇതൊക്കെ തന്നിട്ട് ഇവിടെ ഇരുത്തി റെസ്റ്റൊക്കെ എടുത്ത് പോയിക്കോളി മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുത്തിയിട്ടോ. സിനീനെ കണ്ടിട്ടാണല്ലോ, ഇവരെ കണ്ടിട്ടല്ല സിനീനെ കണ്ടിട്ടാണ്. ശരിക്കും ഇസനെ കണ്ടിട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ നമ്മൾ കയറി അവിടെ എത്തിയിട്ടോ. 8ാമത്തോളം ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. സ്റ്റെപ്പുകൾ കയറി വരാം, റോഡുകളുണ്ട്. ഇപ്പം അതിൻ്റെ സർവീസ് റോഡ് കണ്ടെങ്കിൽ ഇതാണ് റോഡ് കേട്ടോ. 8ാമത്തെ ഫ്ലോർ ലെവലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം ബിൽഡിങ്ങിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങൊക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബിൽഡിങ്. ഇനി അടുത്തത് ഒരു 2 ഫ്ലോർ കൂടി ഇതേപോലെ നമുക്ക് സ്റ്റെപ്പ് കയറാണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ 9ാമത്തെ ഫ്ലോർ എത്തുമ്പോൾ ഇനി വലിയൊരു പാർക്കിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇത് പഴയ ബിൽഡിംഗ് ആട്ടോ. ഇവിടുത്തെ ചോങ്ചിങ്ങിലെ പഴയ ഒരു ആർട്ട് ഇതാണ്. ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഓൾഡ് ടൈം എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇടുക്കിലൂടെയാണ് പണ്ട് വഴിയായിട്ട് യൂസ് ചെയ്തത്. ഇതുപോലത്തെ ഇടുക്ക് വഴികളാണ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കാഴ്ച, ഇതൊരു എൻട്രൻസ് ഇവരങ്ങനെ തന്നെ ഓൾഡ് ടൈം എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓൾഡ് സ്ഥലത്തേക്കുള്ള ഇതുപോലത്തെ ഇതൊക്കെ പണ്ട് ഇതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് കേട്ടോ. അതായത് ഈ സിറ്റി ഡെവലപ്പായിട്ട് ശരിക്കും 40 വർഷം, ഓക്കെ 25 വർഷമായിട്ടാണ് എസ്റ്റാബ്ലിഷ് ആയത്. അതിൻ്റെ മുമ്പേ ഒരു ഗ്രാമം പോലെയുള്ള സ്ഥലത്ത് ഇതേപോലെ തട്ടുകളിൽ കോഫി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പം നിലനിർത്തി കാണിക്കുകയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് കേട്ടോ. ആ പണ്ട് കാസറ്റുള്ള കാലങ്ങളിൽ കണ്ടില്ലേ, നമ്മളാ ചെറിയ ഓഡിയോ കാസറ്റുള്ള അതിൻ്റെ ഓർമ്മകൾ, പണ്ടത്തെ ആ ഒരു രീതി, ചൈനയിലെ എഴുത്ത് കണ്ടില്ല, അതൊക്കെ സൂക്ഷിച്ചിട്ട് പണ്ടത്തെ ആൾക്കാരിങ്ങനെ കുത്തി വരാടുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഇവർക്ക് TV, കമ്പ്യൂട്ടർ കണ്ടോ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു 40-50 വർഷം മുന്നത്തെ സംഭവം ആയിരിക്കാം ഇതൊക്കെ അല്ലേ. നമുക്കൊരു 25 വർഷം നമുക്ക് തന്നെ പഴക്കമായില്ലേ. അതിനെ കാണിക്കുന്നതാണ് ഈ കാഴ്ചകൾ കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ പുതിയ ബിൽഡിങ്ങാണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ നിലകൾ, എത്ര നിലകൾ എന്ന് നമുക്ക് എങ്ങനെ നോക്കിയാലും തിട്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ നിലകൾ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. കണ്ടില്ല നിങ്ങൾ, ഇതൊക്കെ പഴക്കം ചെന്ന ബിൽഡിങ്ങാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഏറ്റവും ടോപ്പിലുള്ളതൊക്കെ. കണ്ടില്ല നിങ്ങൾ, ഈ ബിൽഡിങ് കണ്ടില്ലേ. അപ്പോൾ ഇത് എത്രാമത്തെ നിലയാണ് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. ശരിക്കും ഫ്ലോറിനെ പറ്റിയിട്ട് നമുക്ക് പറയാനേ കഴിയില്ല ഒരു രീതിയിലും. ഇത് അവിടെ ടൂറിസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 50 വർഷമോ ഒരു 100 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരു ഫ്ലാറ്റായി നിന്ന് ഇതുപോലത്തെ കണ്ടില്ല നിങ്ങൾ ബിൽഡിംഗ് എടുത്ത സ്ഥലം അത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം കുറേ ബിൽഡിങ്ങുകൾ പിന്നെ വന്നത് കണ്ടില്ല നിങ്ങൾ. ഇതാ പുതിയ ബിൽഡിങ്, ഇതൊക്കെ കുറേ പഴക്കമുള്ളത് തന്നെ കേട്ടോ ഇതിനോട് അടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ ചോങ്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 9 ഫ്ലോർ 8 ഫ്ലോർ 4 ഫ്ലോർ അങ്ങനെ ഫ്ലോറ് എങ്ങനെ നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല ഏത് ബിൽഡിങ്ങിലേക്ക് നമ്മൾ പോയാലും. അതാണ് ഭയങ്കര രസമാണ്. നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു സിറ്റീൻ്റെ ഉള്ളിൽ നമ്മൾ എത്രാമത്തെ ഫ്ലോറാണ്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയോന്നൊന്നും അറിയില്ല. കാരണം ഒരു ബിൽഡിങ്ങിലൂടെ തന്നെ നടന്നു പോവുക,
അതിലൂടെ മെട്രോ പോവുക, അതിലൂടെ ബസ് പോവുക, ഇപ്പുറത്ത് കൂടെ റോഡ് പോവുക. അങ്ങനെ നമുക്ക് തരം തിരിച്ച് വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല നമ്മൾ ഊട്ടിയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കേട്ടോ, മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഫ്ലോറിൽ കൂടി നമ്മൾ വന്നില്ലേ, ഇപ്പോൾ ദാ ഇവിടെ ഈ സൈഡിൽ എത്തി നോക്കുമ്പം നിങ്ങൾ കണ്ടോ ഇതിൻ്റെ താഴ്ച കണ്ടോ. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ബിൽഡിങ് 22ാമത്തെ ഫ്ലോറാണ്. അപ്പോൾ അതാണ് വ്യത്യാസം. അവിടുന്ന് നമ്മൾ കയറുമ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ വലിയ ഫ്ലോർ വ്യത്യാസങ്ങളൊന്നുമില്ല, ഫ്ലോറായിട്ട് നിന്ന സ്ഥലമാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്ന് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആപ്പിളിൻ്റെ ഒരു ഇത് കണ്ടെങ്കിൽ ഷോറൂമിലേക്കുള്ള എൻട്രൻസ് ആട്ടോ ഉണ്ടാക്കി വെച്ച്. എന്താണ് ഈ ആപ്പിൾ കളിക്കുന്നതെന്ന് അറിയില്ല, നോക്കിങ്ങൾ അല്ലേ, അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ നമ്മൾ ആപ്പിളിൻ്റെ ഷോറൂമിലേക്കുള്ള ഒരു എൻട്രൻസ് ആട്ടോ. വെറും ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു ആപ്പിളിൻ്റെ ലോഗോ. അപ്പോൾ അത് ഷോറൂമിലേക്കുള്ള എൻട്രൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊന്ന് പോയി നോക്കാം. ഫുള്ള് ഗ്ലാസിൻ്റെ 10 കളിയാണ്. ചൈന ആയതുകൊണ്ട് ഇവർക്ക് ഗ്ലാസിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഓ, ഇതൊരു ലോകം അണ്ടർഗ്രൗണ്ടിലേ വലിയൊരു ലോകം കേട്ടോ ഉണ്ടാക്കി വെച്ച്. അടച്ചോന് എന്താ അത്, ഷോറൂമിലേക്ക് ഉണ്ടാക്കി വെച്ചു. ഒരു സിറ്റീൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചൊരു ഷോറൂം കേട്ടോ. എങ്ങനെ ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറയാം. ഹലോ, ഫുള്ള് ആപ്പിളിൻ്റെ ഷോറൂംസാണ് കേട്ടോ. ആപ്പിളിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ, എല്ലാ പ്രോഡക്റ്റുകളും, ആപ്പിൾ വാച്ചസ്, മാക്ക്, എല്ലാ അക്സസറീസും ഉണ്ട്, ഫോൺസ് ഉണ്ട്, ടാബ് ഉണ്ട്, മാക്ക് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ആപ്പിളിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോറൂം, ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ഷോറൂം ഇതേ ലെവലിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടില്ല നിങ്ങൾ, വലിയ പ്ലേസിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഷോറൂം, വലിയൊരു ലോഗോ നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇതേപോലെ ഓരോ ബ്രാൻഡും ചൈനയിൽ ഡിഫറെൻറ്റ് സ്റ്റൈലാട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് വെക്കുന്ന ഷോറൂംസ് ആയാലും പ്രോഡക്റ്റ് ആയാലും ഒക്കെ തന്നെ. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച പാലം കണ്ടില്ലായിരുന്നു നിങ്ങൾ, ആ പാലത്തിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. പാലത്തിലൂടെ നമ്മളെ ട്രെയിനിൽ പോവാണ്. ഇനി നമ്മൾ ഈ പോക്ക് പോയിട്ട് തിരിച്ചു വരിക ഇതിൻ്റെ മുകളിലെ ബ്രിഡ്ജിലൂടെ. അപ്പോൾ അടിയിൽ ബോട്ട് സർവീസ്, മേലെ ട്രെയിന്, അതിൻ്റെ മുകളിൽ നമ്മൾ കാറ്, ബസ്, നമുക്ക് നടന്നു പോവുക, അങ്ങനത്തെ സർവീസുകളാണ്. ഇതാണ് ഇവിടുത്തെ മെട്രോൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. വേറെയുള്ള സ്ഥലങ്ങളിൽ ചൈനയിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത, ചോങ്ചിങ്ങിൽ ഉള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. പാലത്തിൻ്റെ അവിടെ നിന്നും കടന്നു വന്നിട്ടുള്ള സ്റ്റോപ്പാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ കണ്ടില്ല, അവിടെ ബിൽഡിങ് പാലത്തിൻ്റെ അവിടെയുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് കേട്ടോ. ഇവിടുന്ന് ക്ലോസ് ചെയ്ത് ഇനി വീണ്ടും അണ്ടർപാസിലേക്കാണ് ഇത് പോകുന്നത്. എന്താ റഷ്, തിരക്കില്ലേ കണ്ടകള്. നമ്മൾ ആ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ, നമ്മൾ നേരെ പാലം കടന്നിട്ട് ഇപ്പുറം എത്തിയിട്ടോ. ഭയങ്കര ഒരു രസമാട്ടോ സംഭവം. ഭയങ്കര തിരക്കും കാര്യങ്ങളുമായിട്ടുള്ള ഒരു ചെക്കപ്പോക്ക് ഉണ്ട്. പക്ഷേ ഏർലി മോർണിംഗിലോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇത് റാഫേൽ ടവർ ആട്ടോ. ഇതിൻ്റെ അകത്ത് റാഫേൽ സിറ്റിയും ഉണ്ട്, വലിയ മാൾ, നമ്മളെ ദുബായ് മാൾ പോലത്തെ മാള് നമ്മൾ ഇന്നലെ കാണിച്ചില്ലേ, അത് തന്നെ. അപ്പോൾ ഇനി നമ്മൾ ഈ സൈഡാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലേക്കാണ് നമ്മൾ ആ ട്രെയിനിൽ ഇപ്പം വന്നത്. ഇതാ ഈ അടിയിലൂടെയുള്ള ആ ട്രാക്കിലൂടെയാണ് കേട്ടോ. ഒരൊറ്റ കാലിൽ നിന്നിട്ട് ബാക്കി പുറത്തേക്ക് പാലുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ചൈനയിൽ എല്ലാത്തിനും പ്രത്യേകത അല്ലേ, അതേപോലുള്ള ഒരു പ്രത്യേകത കണ്ടോളൂ കേട്ടോ. റോസാപ്പൂവിൻ്റെ വലുപ്പം കണ്ടങ്ങൾ, ഇതിലും വലുപ്പമുള്ള റോസാപ്പൂ നമ്മളെ നാട്ടിലുണ്ടോ? അതേ, ഒരേ മരത്തിൽ 2 കളർ കേട്ടോ. അപ്പോൾ ഇവരെന്തും വികസിപ്പിക്കുന്ന മാതിരി ഇതും വികസിപ്പിച്ച് ഈ വലുപ്പാക്കിയിട്ടുണ്ട്. എല്ലാ റിസ്ക്കും എടുക്കുന്ന ചൈന ഇതും റിസ്ക് തന്നെയാണ് കേട്ടോ. നോക്കി മരങ്ങൾ നിൽക്കുന്നത്, വേരുകളിൽ നല്ല മരമാട്ടോ. ഈ കല്ലിൻ്റെ ഉള്ളിൽ കൂടിയാണ് അതിൻ്റെ വേര് കിടക്കുന്നത്. കണ്ടോ, അവിടെയും കുറേ മരങ്ങൾ, വലിയ കെട്ട്, ആ വേരിൻ്റെ ഇടയിൽ കൂടിയ കെട്ടിയാണ്. വേരൊക്കെ പുറത്ത് ചാടിക്കിടക്കുക. ഇവിടെ പാർക്കിൽ സെറ്റ് ചെയ്ത ഒരു സംഗതി കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതിലൂടെ വെള്ളം ഒലിച്ച് വരും മഴയത്ത്. അപ്പോൾ ആ വെള്ളം ഒലിച്ച് വരുമ്പം ഇതേപോലെ സിന്തറ്റിക് ട്രാക്ക് ഡാമേജ് ആവുന്നുണ്ടാവും. മുമ്പ് ആവുന്നതിന് ഇവർ ചെയ്തത് വെള്ളം അടിയിലൂടെ ഒലിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യും.
ഈ ഭാഗം സേഫായിട്ട് ജനങ്ങൾക്ക് നടക്കുകയും ചെയ്യാം. ഈ നദീൻ്റെ സൈഡിലൂടെയുള്ള നമ്മളെ ഈ ഭാഗങ്ങൾ മൊത്തം സിന്തറ്റിക് ട്രാക്കാട്ടോ. ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാൻ, ഓടാൻ, കണ്ടില്ല നിങ്ങൾ സൈക്കിള് ഓടാനുള്ള അടയാളമൊക്കെ ഇട്ട് സിന്തറ്റിക് ട്രാക്കാണ് ഉണ്ടാക്കി വെച്ച്. ശരിക്ക് ആ ട്രെയിൻ പോകുന്നുണ്ടോ? ഞാൻ വന്ന ട്രെയിനാട്ടോ ആ പോകുന്നത്. ആ അടിയിലെ ഗ്യാപ്പിലൂടെ ട്രെയിൻ പോകുന്നു. മുകളിലൂടെ ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യും. അവിടേക്ക് നമ്മളിന്ന് ക്രോസ് ചെയ്യും അവിടേക്ക് കേട്ടോ. അങ്ങനെ നമ്മളെ റൂമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ മെയിൻ അടയാളം ഞാൻ പറഞ്ഞ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സ്ഥലത്താട്ടോ അപ്പം ഇന്ന് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പല പുതിയ പുതിയ കാര്യങ്ങൾ കാണിച്ചു. ഇന്ന് ഇവിടെ നിന്നിട്ട് നമ്മൾ നാളെ ഷെൻസനിലേക്കാണ് പോകുന്നത്. നാളത്തെ എപ്പിസോഡ് ഷെൻസനിലെ എപ്പിസോഡായിരിക്കും കേട്ടോ. അവിടെ കുറേ ഒരു 5-6 ദിവസങ്ങളുണ്ടാവും. ആ ദിവസങ്ങളിൽ ഷെൻസൻ, ഗോൺസോ, പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ, പിന്നെ ഫെയർ, കാൻഡൻ ഫെയർ, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത എപ്പിസോഡിലുണ്ടാവുക. അപ്പം നമ്മൾ നാളെ കാണും വരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ കാണും വരെ ബായ്.